മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, വൃക്ഷം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. വൃക്ഷങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വൃക്ഷങ്ങളിലൂടെ ലഭിക്കുന്ന കാറ്റിൻ്റെ ആ സുഗന്ധം, തലോടൽ, അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. കൃത്രിമമായിട്ട് നമുക്കുണ്ടാകുന്ന എത്ര കാറ്റുണ്ടെങ്കിലും ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷം മറ്റൊരിടത്തും നമുക്ക് കിട്ടില്ല. അനുഭവസ്ഥർക്ക് മാത്രമേ അതിൻ്റെ ആസ്വാദ്യത അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അതിലെ ഒരു വൃക്ഷമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അശോകം. അശോകം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന അർത്ഥം. അശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥമാണ്. അതായത് ദുഃഖം ഇല്ലാത്തത്, ദുഃഖത്തെ അകറ്റുന്നത് എന്നൊക്കെയാണ് അശോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പൂമരം, അശോകത്തെറ്റി ഒരു ഔഷധ സസ്യമാണ്, ഒപ്പം ഒരു പൂമരമാണ്. മനുഷ്യരുടെ അസുഖങ്ങളില്ലാതാക്കാൻ കഴിയുന്ന ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അശോകം. അശോകത്തെറ്റി എന്നൊക്കെ പറയും. മറ്റുള്ള വൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ തടിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സ്ഥലപരിമിതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ഥലത്തിൻ്റെ വിസ്തീർണം കുറഞ്ഞിട്ടില്ലെങ്കിലും ആളോഹരി വിധത്തിൻ്റെ വിസ്തീർണം കുറയുകയും മനുഷ്യർ ഗ്രാമപ്രദേശങ്ങൾ ഉപേക്ഷിച്ച് പട്ടണങ്ങളിലേക്ക് ജീവിതം ചേക്കേറിയ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇളം തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ഔഷധ മാഹാത്മ്യത്തെപ്പറ്റി അല്ലെങ്കിൽ വൃക്ഷ മാഹാത്മ്യത്തെപ്പറ്റി ഒന്നും തന്നെ അറിയത്തുമില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം വച്ച് പിടിപ്പിക്കേണ്ട ഒരു മരമാണ് അശോകം എന്ന് പറയുന്നത്. നിരവധി ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കാൻ അശോകം ഉപയോഗിക്കുന്നു. അശോകത്തിൻ്റെ പൂവും തൊലിയുമാണ് പ്രധാനമായിട്ട് ഔഷധ യോഗ്യമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട അശോക അരിഷ്ടമൊക്കെ ഇതിൽ നിന്നാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ അശോകത്തിൻ്റെ പൂ ഉപയോഗിച്ച് എണ്ണ കാച്ചുക. ഈ എണ്ണ കാച്ചി നമ്മൾ തേക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല നിറവും ഒക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കാൻ അശോകത്തിൻ്റെ പൂ ഉപയോഗിക്കുന്നു, കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ നിരവധിയായ ഉപയോഗങ്ങൾക്കുള്ള ഒരു വൃക്ഷമാണ് അശോകം. ഈ അശോകം നമുക്ക് ഉള്ള സ്ഥലത്ത് ഒരു കുള്ളനായി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ നമ്മളുമായി ബന്ധമുള്ളവരിൽ എത്തിക്കാനും നമ്മുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ അശോകം ഒരു ചെറു വൃക്ഷമായിട്ട് വളർത്തിയത് വലിയ വൃക്ഷമാവുന്നതാണ്. നിറയെ തടികളിൽ പൂക്കളും ഉണ്ടാവണം. അത് നമ്മുടെ പൂമുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നല്ല ഒരു സന്തോഷമാണ് മനസ്സുണ്ടാകുന്നത്. നല്ല കുലകുലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് നമ്മൾ ബോൺസായി ആയിട്ടല്ല ഇത് വളർത്തുന്നത്. ബോൺസായി ആവുന്ന ഇത് വെട്ടിക്കളഞ്ഞ് വേരൊക്കെ കളഞ്ഞതിന് ശേഷം ഓരോ വർഷവും എടുത്ത് ഇതല്ല. നമ്മൾ ഏതുകൊണ്ട് നമ്മുടെ ഒരു തോളിൻ്റെ അവിടെ വരെയൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു സസ്യമായിട്ട് അതിൻ്റെ ആ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേരുപടലങ്ങളും ഒന്നും നമ്മൾ തായ്വേരും ഒന്നും നമ്മൾ നീക്കം ചെയ്യത്തില്ല. പകരം 1-2 കൊല്ലം കൂടുന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയിൽ നിന്നും പുറത്തെടുത്ത് എന്ത് ചെയ്യും, ഇത് മണ്ണുകൾ നീക്കം ചെയ്ത് ആ ചട്ടിക്കകത്ത് വീണ്ടും നമ്മളത് വെച്ച് പിടിപ്പിക്കും. അതാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിപ്പം ഒരു ചെറിയ തൈ ചട്ടിക്കകത്ത് വെച്ച് അത് ഈ പരുവമായി ഇനി അത് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ 2 കൊല്ലമായി മാറ്റി വെച്ചെങ്കിൽ മാത്രമേ വീണ്ടും ഇത് കുള്ളനായിട്ട് നിൽക്കത്തുള്ളൂ. എന്ന് മാത്രമല്ല, ഇനി ഇത് പുഷ്പിക്കുകയും ചെയ്യണം. അതിനുള്ള പ്രത്യേക പരിഗണനയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ചട്ടിക്കകത്താണ് നമ്മളിത് വയ്ക്കാൻ പോകുന്നത്. കാരണം ഇതൊക്കെ ദീർഘായുസ്സുള്ള വൃക്ഷങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ചപ്പും ഇതിൻ്റെ പൂവും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെയധികം കുളിർമയുണ്ടാവുകയും ചെയ്യും. ഏതൊരു വീട്ടുമുറ്റത്തും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിട്ട വെള്ളത്തെറ്റി, അതുപോലെ തന്നെ ഈ അശോകത്തെറ്റി, അതുപോലെ തന്നെ മറ്റൊരു തെറ്റി, നിറയെ പൂക്കളുണ്ടാകുന്ന ചെറിയ ഇനം തെറ്റി, ഇതൊക്കെ ഒരു വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകും. ഇന്ന് ആധുനിക ലോകത്ത് പിരിമുറുക്കം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിരിമുറുക്കം പകുതിയായി കുറയുകയും രോഗം പകുതിയായി മാറുകയും ചെയ്യും. ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ചിന്തകൾ നമ്മളെ വലിഞ്ഞു മുറുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പിരിമുറുക്കം അഥവാ ടെൻഷൻ ഉണ്ടാകുന്നത്. ടെൻഷനാണ് നമ്മളെ മിക്കവാറുള്ള രോഗങ്ങൾക്ക് ഉണ്ടാകുന്നത്. ആരോഗ്യ സംബന്ധമായ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം മനസ്സിൻ്റെ പ്രശ്നമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഈ അശോക തെറ്റി കുള്ളനായിട്ട് വളർത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ചട്ടിക്ക് അകത്ത് 3 സുഷിരങ്ങളിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് വീഴുന്ന വെള്ളം പൂർണ്ണമായിട്ടും വെളിയിൽ പോകണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാവരുത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ കുറച്ച് തൊണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാൾ ആയ തൊണ്ടാണ്, അഴുകിയ തൊണ്ട് ഇതിനകത്ത് നമ്മൾ അടുക്കാൻ പോവുകയാണ്. ഒരു കാരണവശാലും തേങ്ങ പൊതിക്കുന്ന സമയത്തുള്ള തൊണ്ട് നമ്മൾ അടുക്കരുത്. അതിൻ്റെ കാരണം നമുക്കറിയാം, തൊണ്ടിന് ഒരുതരം കറയുണ്ട്. ഈ കറ സസ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് ആ തൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ. അതുപോലെ ചകിരിച്ചോറും ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ചകിരിച്ചോറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചകിരിച്ചോറിൻ്റെ കറ കളയണം. കടയിൽ നിന്ന് മേടിക്കുന്ന ചകിരിച്ചോറ് നമ്മൾ കൊണ്ടുവന്ന് അത് നല്ല ഭംഗിയായിട്ട് കഴുകി, അതായത് വെള്ളത്തിനകത്ത് 2 ദിവസം ഇട്ടേക്കണം. വെള്ളത്തിനകത്ത് 2 ദിവസം ഇട്ടതിന് ശേഷം മാത്രമേ ചകിരിച്ചോറ് നമുക്ക് നടിയിൽ മിശ്രിതമായിട്ട് ഉപയോഗിക്കാവൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോജനം ആ സസ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധയോടെ എല്ലാവരും വീക്ഷിക്കണം. എൻ്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് യോജിപ്പും ഉള്ളവർ കാണാം. അവർ പരീക്ഷിച്ച് നോക്കുക. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ തൊണ്ടടുക്കി കഴിഞ്ഞു. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന സംഗതി എന്ന് വെച്ചാൽ ഇത് പ്ലോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി, അതായത് നടിയിൽ മിശ്രിതം തയ്യാറാക്കിയതാണ്. ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലുപൊടി. ഇത്ര എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര എല്ലുപൊടി ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ചകിരിച്ചോറാണ്. അത് കഴിഞ്ഞ് സൂഡോമോണസ്. അപ്പോൾ 2 സ്പൂൺ സൂഡോമോണസും ഇത്രയും എല്ലുപൊടിയും ഇത്രയും ചകിരിച്ചോറും ഇട്ടാണ് ഈ നടിയിൽ മിശ്രിതം ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നേരത്തെ ഇതിനകത്തുണ്ടായിരുന്ന ഈ മണ്ണ് ഒന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്തിട്ട് പുതിയ മണ്ണിലാണ് നമ്മളിത് ഉറപ്പിക്കാൻ പോകുന്നത്. ആ അശോകത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണുകൾ മൊത്തം നമ്മൾ നീക്കം ചെയ്തിട്ട് ഇപ്പം ഇതുപോലായി. വേറൊന്നും വലുതായിട്ട് നമ്മൾ കളഞ്ഞിട്ടില്ല. മണ്ണ് മാത്രമേ നമ്മൾ നീക്കം ചെയ്തുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് അല്പം മണ്ണ് ഇടാൻ പോവുകയാണ്. ശേഷം നമ്മൾ ഈ തെറ്റി ഇതിനുള്ളിലോട്ട് ഇറക്കി വെച്ചു. ഇനി ബാക്കിയുള്ള മണ്ണൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കണം. ആ അശോകത്തെറ്റി പുതിയ ചട്ടിക്കകത്ത് നമ്മൾ മാറ്റി വെച്ചു. വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിക്കുകയും പൂക്കൾ കുറയുകയും ചെയ്യും. ഇതിപ്പം പുഷ്പിച്ചിട്ടില്ല. ഒരു വർഷം കൂടെ കഴിയും. 1 വർഷം കൂടെ കഴിഞ്ഞിട്ടേ ഇത് പുഷ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. മണ്ണിട്ടതിന് ശേഷം ഇനി കുറച്ച് കരിയില നമ്മൾ വാരിയിടണം. കരിയില 2 കാര്യങ്ങളാണ്. ഈർപ്പം നിലനിർത്താൻ കരിയില അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, ഇത് അഴുകി വളമായിട്ട് മാറും. അപ്പോൾ അതിനാണ് നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നത്. കരിയില ഇട്ട് കൊടുക്കും. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും ഒടുവിലായിട്ട് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ 2 ദിവസത്തേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഈ 2 ദിവസവും ഇതിൻ്റെ ഇലകളിൽ മാത്രമായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. മറ്റ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ 2 ദിവസത്തേക്ക് വെയിലടിക്കാത്ത രീതിയിൽ, വെയിലും മഴയും അടിക്കാത്ത രീതിയിൽ 2 ദിവസത്തേക്ക് നമ്മളിത് മാറ്റി വെക്കണം. അത് 3 ദിവസത്തേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മുറ്റത്ത് വയ്ക്കാം. 1 വർഷം കൂടെ കഴിഞ്ഞാൽ നിറയെ പൂക്കളാവും. തീർച്ചയായിട്ടും അടുത്ത ഇത് നിറയെ പുഷ്പിച്ചിരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് ശ്രദ്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമസ്കാരം.